ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് മാത്സ് ചെയ്താലോ? അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 8, 12, 24 എന്ന സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്ന ചെറിയ സംഖ്യ ഏത്? അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് 26, 29, 27, 28. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? ഈ 3 സംഖ്യകളും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനൊക്കെ ഹരിച്ച് നോക്കിയിട്ട് അവസാനം നമുക്ക് ഒരു ചെറിയ സംഖ്യ ഉത്തരം കിട്ടണമെങ്കിൽ അത് നമ്മൾ ഉത്തരം എഴുതും അല്ലേ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പമായിട്ടൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുള്ളൊരു സമവാക്യമാണ് സംഖ്യ ഈക്വൽ ടു ലസാഗു പ്ലസ് ശിഷ്ടം. അപ്പോൾ ആദ്യം നമ്മൾ ലസാഗു കാണണം. ഈ 3 സംഖ്യയും ലസാഗു കാണുക. 8, 12, 24. അപ്പോൾ ലസാഗു പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, LCM ആണ്. അപ്പോൾ ഈ ലസാഗു കാണുമ്പോൾ നമുക്ക് 4, 2, 3 കിട്ടും. അപ്പോൾ 4 × 2 × 3 എത്രയാണ്? 24. അപ്പോൾ ഈ 24 നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ലസാഗു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എത്രയാണോ ശിഷ്ടം വരേണ്ടത് അതെന്ത് ചെയ്യുക? നമ്മൾ പ്ലസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്ലസ് 3 ചെയ്യുമ്പോൾ നമുക്ക് 27 കിട്ടും. അപ്പോൾ 27 എന്ത്? ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്ന ചെറിയ സംഖ്യ എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. റൂട്ട് 3481 ഈക്വൽ ടു 59 തന്നിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ റൂട്ട് 34.81 പ്ലസ് റൂട്ട് 0.3481 പ്ലസ് റൂട്ട് 0.003481. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നമ്മൾ എന്താവും? നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാമെന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും. പക്ഷെ അത് വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓപ്ഷൻ ഒന്നും നോക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക? ഒരു കാര്യം മാത്രം മൈൻഡിൽ വയ്ക്കാം. ഇപ്പോൾ റൂട്ടിനകത്ത് ദശാംശ സ്ഥാനത്തിൻ്റെ പകുതി ഉത്തരത്തിൽ വരണം. അതായത് റൂട്ടിൽ ഇപ്പോൾ 2 ആണുള്ളതെങ്കിൽ നമുക്ക് എത്ര വരണം? ഉത്തരത്തിൽ 1 ദശാംശം വരണം. ഇപ്പോൾ റൂട്ടിൽ 4 ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ 2. അങ്ങനെ നമ്മൾ പകുതി എന്ത് വരാൻ പാടുള്ളൂ? നമ്മൾ ഉത്തരത്തിൽ വരാൻ പാടുള്ളൂ. നമ്മൾ റൂട്ട് ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ റൂട്ട് 34.81 ആണ്. അപ്പോൾ എങ്ങനെയാണ്? 59 റൂട്ട് 3481 ഉത്തരം. അപ്പോൾ ഇവിടെ നമുക്ക് 81, അതായത് 81 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ടാണ്? ദശാംശത്തിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരം വരുമ്പോൾ നമുക്ക് ഒരു സ്ഥാനം ഇവിടെ വരണം, ഉത്തരത്തിൽ വരണം. അപ്പോൾ 5.9 ഉത്തരം വരുന്നത്. ഇനി അടുത്തത് റൂട്ട് 0.3481. അപ്പം 4 സ്ഥാനം വന്നിട്ടുണ്ട്. അപ്പം 2 ദശാംശം ഉത്തരത്തിൽ വരണം. അപ്പം എത്രയാണ്? 0.59. ഇനി അടുത്തത് റൂട്ട് 0.003481. അപ്പോൾ അവിടെ 6 സ്ഥാനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 സ്ഥാനം എവിടെ വരണം? ഉത്തരത്തിൽ വരണം. സോ 0.059. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉത്തരം 5.9, 0.59, 0.059 ഇതാണ് ഉത്തരങ്ങൾ. അപ്പോൾ ഈ 3 ഉത്തരങ്ങളും നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ എത്രയാണ്? 6.549 ഉത്തരം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളാരും സ്കിപ്പ് ചെയ്യരുത് ഇങ്ങനെ കണ്ട. അടുത്തത് വില കാണുക. 5/1/4 പ്ലസ് 6/1/2 മൈനസ് 2/3/4 മൈനസ് 1/1/2. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രാക്ഷനാണ് അല്ലേ? അതായത് ഒരു 5.5 അല്ലെങ്കിൽ നമുക്ക് 5.25 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇവിടെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് തോന്നും? എങ്ങനെ അത് സോൾവ് ചെയ്യാന്നുള്ളൊരു ഡൗട്ട് വരും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ താഴെയുള്ള ഛേദം മേലെയുള്ള ആ ഒരു നമ്മളെ സംഖ്യ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് എന്ത് ചെയ്യണം? ന്യൂമറേറ്ററായിട്ട് പ്ലസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? 4 × 5 അല്ലേ? ഇപ്പം 4 5 20, 20 പ്ലസ് 1 21, 21 പ്ലസ് 21/4 പ്ലസ് 6 12, 12 പ്ലസ് 1 13, 13/2 മൈനസ് 8 പ്ലസ് 3 11/4 മൈനസ് 2 പ്ലസ് 1 3, 3/2. അപ്പോൾ നമ്മൾ താഴെയുള്ള ആ ഒരു ഡിനോമിനേറ്റർ ഒന്നും മാറ്റരുത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇനി അവസാനം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡിനോമിനേറ്റർ ചേഞ്ച് ചെയ്യണം അല്ലേ? എല്ലാത്തിൻ്റെയും സെയിം ആക്കണം. സോ നമുക്ക് 4 ആക്കണം. അപ്പോൾ 13/2 അതുപോലെ 3/2. ഇതിന് 2 നമ്മൾ എന്ത് ചെയ്യുക? 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക. സോ 13 × 2/2 × 2. അതേപോലെ തന്നെ 3 × 2/2 × 2 ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21 പ്ലസ് 26 മൈനസ് 11 മൈനസ് 6/4. കോമൺ ആയിട്ട് നമുക്കത് 4 ഡിനോമിനേറ്റർ കിട്ടി. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 30/4 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 30/4 നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ പോകും? 2 കൊണ്ട് പോകില്ലേ? സോ 15/2 എന്നുള്ളൊരു ആൻസർ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഈ 15/2 നമുക്ക് എങ്ങനെ
എന്താണ് നമ്മളിപ്പോൾ ചോദ്യത്തിൽ കണ്ട പോലുള്ളൊരു ഫോമിലാക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്ന് നോക്കുകയാണെങ്കിൽ 15 നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ 2 വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. 15 എന്തായാലും ഇല്ല 2ൽ, 14 ഉള്ളൂ. അത് എത്രയാണ്, 7ലാണ്. സോ 7 നമ്മൾ എഴുതി. ഇനി എത്ര ബാക്കിയുണ്ട്, 1 ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ ആ 1 നമ്മൾ എന്ത് ചെയ്യണം, ഈ 7 14 കിട്ടും, പ്ലസ് 1 നമുക്ക് 15/2 ആയിട്ട് കിട്ടുക. അപ്പോൾ 7 1/2 ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ്, ഓപ്ഷൻ സി 7 1/2. ഇനി അടുത്ത ചോദ്യം, 2 1/2 എന്ന സംഖ്യയുടെ ഗുണന വിപരീതം എത്ര? അപ്പോൾ ഇവിടെ ഈ ഗുണന വിപരീതം എന്ന് ചോദിക്കുന്നത് നമുക്ക് എന്താണ്, നമ്മളിതിനെ മാറ്റിയിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, ആ വിപരീതം, അതായത് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർക്കും ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിലേക്കും ചേഞ്ച് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇതും വളരെ സിമ്പിളായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്നറിയോ, ഇതിൻ്റെ ഈ ഗുണന വിപരീതം എന്ന് പറയുന്നത് അതിൻ്റെ ഉൾക്രമമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 2 1/2 നമുക്ക് കറക്റ്റ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്താക്കാം, 2 × 2 4, 4 + 1 5. അപ്പോൾ 5/2 എന്നുള്ളതാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്, ഇതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വാല്യൂനെ നമുക്കിനി വീണ്ടും വിപരീതത്തിലേക്ക് ആക്കുക, അതായത് 5/2 മാറ്റിയിട്ട് 2/5. അപ്പോൾ ഈ 2/5 ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. ഒരാൾ 20 രൂപ നിരക്കിൽ 8 പേനകൾ വാങ്ങി 25 രൂപ നിരക്കിൽ വിറ്റു. അയാളുടെ ലാഭശതമാനം എത്ര? അപ്പോൾ ഇതും ഇതേപോലെ തന്നെയാണ്. നമുക്ക് എല്ലാ ഫോർമുലയൊക്കെ അറിയെങ്കിലും നമുക്ക് ചിലപ്പോൾ ആ ടൈമിൽ ഒന്നും ഓർമ്മ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ഉത്തരം കിട്ടില്ല. അപ്പോൾ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. എന്താണ്, ലാഭശതമാനം പറയുമ്പോൾ വ്യത്യാസം എത്രയാണോ നമ്മൾ വാങ്ങി എത്ര വിലയ്ക്കാണോ വിറ്റത്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണുക ബൈ എത്ര, ചെറിയ സംഖ്യ, അതായത് ഏതാണോ ഇതിൽ ചെറിയ സംഖ്യ അതേ ഇൻറ്റു നമ്മൾ എത്ര ചെയ്യണം, 100 ചെയ്യണം. അപ്പോൾ ലാഭശതമാനം കിട്ടും. അപ്പോൾ ഇവിടെ 25 - 20 ബൈ എത്ര, 20 ചെറിയ സംഖ്യ, 20 × 100. അപ്പോൾ 5/20 × 100 നമുക്ക് കിട്ടും. അത് എത്ര ആൻസർ വരിക, 25% നമ്മുടെ ലാഭശതമാനമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 25%. സോ ഇത്രയാണ് ഈ 5 ക്വസ്റ്റ്യൻസ് ആണ്. റാൻഡം ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും ഒരുപാട് ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു.